നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ നമസ്കാരം. ഇപ്പൊ നിങ്ങളൊക്കെ കാണാനും സംസാരിക്കാനും സാധിച്ചത് സന്തോഷമുണ്ട്. ഇതുപോലുള്ള വേദികളിലാണല്ലോ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ. ഉമ്മൻചാണ്ടി സാറ്, ഞാന് 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി, ഒരു 50 കൊല്ലം MLA-യും ആയിട്ടുണ്ട്. പാർട്ടി പറയുന്നത് അനുസരിക്കണ്ടേ? വേണ്ടേ? ന്യായമായിട്ടുള്ള കാര്യം മാത്രമേ പാർട്ടി പറയൂ. അത് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനായകനാണ്. ഞാൻ ഇവിടെ വന്നപ്പോ ഒന്ന് ചോദിച്ചു, ആരോട് എന്നോട് ചോദിക്കണ്ടായി, നീ കഴിച്ചോന്ന്. അല്ല, ഞാൻ കഴിക്കുന്ന ആളല്ല. ഞാനോട് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല. ആള് ചോദിച്ചത് ഭക്ഷണമായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? ഞാൻ ആളെ തെറ്റിദ്ധരിച്ച്. അല്ല, അല്ലാതെ മൂടും ചടച്ചാൻ വേണ്ട. 2 തെറിച്ച പൊണ്ണോട്ട് ആച്ചിട്ടാ ഞാൻ ഒഴുതും മറിച്ചിട്ടാ. ഈ ലുക്കിനൊക്കെ ഇടിച്ച പൊള്ളിച്ച കളയും ഞാൻ. നീ അരക്കിക്ക. നിന്റെ സാത്താന്റെ കാലുണ്ടല്ലോ, പരിപാടി ഉണ്ടല്ലോ. അതെങ്ങാനും നീ നടന്ന ഇതുമ്മ കിടന്ന് ഉറങ്ങും നീ. ഇന്ദ്രിയത്ത് ചോക്ലേറ്റ്, ഐസ്ക്രീം, സ്കോച്ച് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ 3 തരമാണ്. ചിലർ ചോക്ലേറ്റ് പോലെ മറ്റുള്ളവരെ തിന്നുന്ന കാണുമ്പോൾ തട്ടിപ്പറിച്ച് തിന്നാൻ തോന്നും. ചിലർ ഐസ്ക്രീം പോലെയാണ്. കൈ കിട്ടിയാൽ കൊതിയോടെ നോക്കിയിരിക്കും. അലിഞ്ഞു പോയാൽ പിന്നെ തിന്നാനും തോന്നില്ല. വേറെ ചിലരുണ്ട് സ്കോച്ച് പോലെ, കാണാത്ത ലോകം നമ്മളെ കാണിച്ചിരുന്ന എന്നും പുതുമ പറഞ്ഞ ചിലർ. കൊച്ചുപ്രേമൻ, അതെ, അത് സംബന്ധിച്ചു. എടോ, മുഖചക്രത്തിന്റെ കല്ലും കോഴിക്കാലും തന്നെ എന്നെ മറയ്ക്കാമെന്ന് വിചാരിച്ചോ നീ? 10 വിളി. അടുത്ത ഈ സാഹിത്യ കുറിപ്പ്. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ താല്പര്യം ഞാൻ കോമഡി ചെയ്യണമെന്നായിരുന്നു. സുരാജിനെ പോലെ അല്ലെങ്കിൽ സലികുമാറിനെ പോലെ നീ കോമഡി ചെയ്യാൻ കണ്ടുപഠിക്കും. ഞാൻ അവനോട് പറയും, അളിയാ ഞാൻ കോമഡി പറയട്ടെ. അവനത് കേട്ടിട്ട് ഇതാണോ കോമഡി, അവിടെ ചീറ്റി പറഞ്ഞിട്ട് ചീറ്റി. അപ്പൊ എൻ്റെ അച്ഛനിപ്പോ എന്നോടൊപ്പം ഇല്ല. അച്ഛൻ വേറെ ലോകത്തിരുന്ന് കാണുന്നുണ്ടാവും. അച്ഛാ, ബെസ്റ്റ് കോമഡി. അടുത്തായി ബാബുരാജൊക്കെ ഇപ്പൊ നമ്മള് ട്രൈ ചെയ്ത് ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് ഈ വേദിയിലൊന്നും ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടാ. നന്നായി എന്തെങ്കിലും കൈ അടിച്ചോളൂ. സമയത്ത് പിന്നീട് പറഞ്ഞടക്കും ഓരണ്ണങ്ങള് കായികമായിട്ടും നിയമപരമായിട്ടും നേരിടും. അത് കളിഷാപ്പിലിരുന്ന് കുസൂസ് പറയുന്നവനായാലും മേടയിലിരുന്ന് താളത്തി പറയുന്നവനായാലും ചോമോണ്ട മാനുവൽ മനസ്സാക്ഷിയാണ്. അതവരുടെ ദിവസം ഞാനും പറഞ്ഞത്. നീ റബറും കാട്ടി കൂടെ സ്ലോ മോഷനിൽ പോണത് കണ്ടവരുണ്ടല്ല. അപ്പോൾ താങ്ക് യു. പിന്നെ നമ്മളൊരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 100 വട്ടം വ്ളോഗ് അടിച്ച് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ഓക്കെ. സ്കൂളില് പഠിക്കണ സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയും ഞാൻ നന്നായി പഠിക്കില്ല, സ്പോർട്സിന് കൊള്ളില്ല. ടീച്ചേഴ്സൊക്കെ നേലിയെ പോലെയാണ് കണ്ടിരുന്നത്. അവിടെ ഒരു പ്രാവശ്യം ആനുവൽ വന്നപ്പോ അവിടെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ വിളിച്ചില്ല, എന്നെയാണ് വിളിച്ചത്. ഓക്കെ, താങ്ക് യു.